ഖുർആൻ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. 33-ാം ഭാഗം, കണ്ണും കാഴ്ചയും. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഫീ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. സൂറത്ത് ദാരിയാത്ത് 21-ാമത്തെ ആയത്ത്. നിങ്ങളിൽ തന്നെ തെളിവുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്, എന്നിട്ടും നിങ്ങൾ അതൊന്നും കണ്ട് മനസ്സിലാക്കുന്നില്ലേ? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം. നമ്മുടെ ശരീരം അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് നമുക്കറിയുമോ? നമ്മുടെ ശരീരം മൊത്തം ഒരു യന്ത്രമായി കണക്കാക്കുകയാണെങ്കിൽ അതിനകത്തെ ഓരോ അവയവങ്ങളും യന്ത്രങ്ങളാണ്. ശരീരം മൊത്തം അതിസങ്കീർണമായ ഒരു അത്ഭുത യന്ത്രമാണ്. ആ ശരീരത്തിനകത്തെ ഓരോ അവയവങ്ങളും ഓരോ ചെറു യന്ത്രങ്ങളുമാണ്. ഇന്ന് അള്ളാഹു നമുക്ക് നൽകിയ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമായ കണ്ണിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാം. വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്. നിങ്ങളിൽ തന്നെ തെളിവുകളുണ്ട്. അഫലാ തുബ്സിറൂൻ. ബസർ എന്ന് പറഞ്ഞാൽ കാഴ്ചയാണ്. ബസീർ എന്ന് പറഞ്ഞാൽ നന്നായി കാണുന്നവനാണ്. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നില്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം. കണ്ണുമുണ്ട്, അകക്കണ്ണുമുണ്ട്. കണ്ണുള്ളവർക്കൊക്കെ അകക്കണ്ണുണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരുപക്ഷെ നമ്മളിൽ പലരും കേട്ടിട്ടുള്ള ഒരു പാട്ടിന്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണല്ലോ: കണ്ണാലല്ല അകക്കണ്ണിന്റെ വെളിച്ചം കൊണ്ടേ കാണാവൂ, മുന്നിൽ കാണും മികവല്ലതിനും പിന്നിലെ അറിവേ നേടാവൂ. അപ്പൊ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതിനപ്പുറം അകക്കണ്ണിന്റെ ഒരു വെളിച്ചമുണ്ട്, ഒരു കാഴ്ചയുണ്ട്. അത് യഥാർത്ഥ കാഴ്ചയാണ്. അതുകൂടി ഉണ്ടെങ്കിലേ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. കണ്ണുണ്ടായിട്ടും കാണേണ്ടത് കാണാത്തവരായിട്ടുള്ളവരുണ്ട്. കാതുണ്ടായിട്ടും കേൾക്കേണ്ടത് കേൾക്കാത്തവരുമുണ്ട്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ അവർ മനസ്സിലാക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷെ അവർ കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്ക് കാതുകളുണ്ട്, പക്ഷെ അവർ കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആം. അവർ കന്നുകാലികളെ പോലെയാണ്. ബൽ ഹും അളൽ. അല്ല, അവർ അതിനേക്കാൾ വഴിപിഴച്ചവരാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അവർ അശ്രദ്ധരാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കുറിച്ചായി പറയുന്നത്, അവന് കണ്ണൊക്കെ ഉണ്ട്, പക്ഷെ കാണേണ്ടത് കാണുന്നില്ല. അവന് ഹൃദയമുണ്ട്, ചിന്തയുണ്ട്, പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. അവന് ചെവിയുണ്ട്, പക്ഷേ കേൾക്കേണ്ടത് കേൾക്കുന്നില്ല. മൻ കാന ഫീ ഹാദിഹി അഅ്മാ ഫഹുവ ഫിൽ ആഖിറതി അഅ്മാ വഅളല്ലു സബീല. സൂറത്തുൽ ഇസ്രാ 72-ാമത്തെ ആയത്ത്. ഈ ലോകത്ത് കണ്ണ് കാണാത്തവനെ പോലെ കഴിയുന്നവൻ പരലോകത്ത് കണ്ണുപൊട്ടനായിരിക്കും, പറ്റേ അങ്ങേയറ്റം വഴിപിഴച്ചവനുമായിരിക്കും. അപ്പൊ ഇവിടെ മൻ കാന ഫീ ഹാദിഹി അഅ്മാ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയാറുള്ള ബധിരൻ എന്ന അർത്ഥത്തിലല്ല. അവന് കണ്ണുണ്ട്, പക്ഷേ കാണേണ്ട യാഥാർത്ഥ്യങ്ങൾ അവൻ കാണുന്നില്ല. അങ്ങനത്തെ അന്ധനായിപ്പോയ മനുഷ്യൻ, അവൻ പിന്നെ നാളെ പരലോകത്ത് അതിനേക്കാൾ അന്ധനായിരിക്കും. അതുകൊണ്ടാണ് നാളെ പരലോകത്ത് നടക്കുന്ന ഈ അക്രമികളുടെ, അവിശ്വാസികളുടെ ദീനരോധനം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ എടുത്തു ചേർത്തിട്ടുണ്ട്. സൂറത്ത് ത്വാഹ 125-126 ആയത്തുകൾ.
ഖാല റബ്ബി ലിമ ഹശർതനി അഅമ വഖദ് കുന്തു ബസീറ. പടച്ചവനെ, നീ എന്തിനാണ് എന്നെ അന്ധനായിട്ട് എഴുന്നേൽപ്പിച്ചത്? എനിക്കിപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. വഖദ് കുന്തു ബസീറ, ഭൂമിയിൽ ഞാൻ എല്ലാം നന്നായി കാണുന്നവനായിരുന്നല്ലോ, എല്ലാം മുൻകൂട്ടി കാണുന്നവനായിരുന്നല്ലോ, നല്ല ദീർഘവീക്ഷണമുള്ളവനായിരുന്നല്ലോ, കാര്യങ്ങളൊക്കെ വളരെ കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സ്റ്റെപ്പ് എടുത്തിരുന്നല്ലോ ഞാൻ ഭൂമിയിൽ. ഇപ്പൊ ഇതെനിക്കെന്താ പറ്റിയത്? ഒന്നും കാണാൻ പറ്റുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മറുപടി, നിനക്ക് കണ്ണൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നീ കാണേണ്ടത് കണ്ടില്ല. ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ. എൻ്റെ ആയത്തുകൾ, എൻ്റെ തെളിവുകൾ, എൻ്റെ ദൃഷ്ടാന്തങ്ങൾ, എൻ്റെ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ, വാക്യങ്ങൾ, ഇതൊക്കെ നിന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഫനസീതഹ, അതൊക്കെ നീ മറന്നു കളഞ്ഞു, അതൊക്കെ നീ വിസ്മരിച്ചു കളഞ്ഞു, അതിനെയൊക്കെ നീ അവഗണിച്ചു. വകദാലികൽ യൗമ തുൻസ, അതുകൊണ്ട് ഇന്ന് നീയും അവഗണിക്കപ്പെടുകയാണ്. ഇന്ന് നിനക്കും കാഴ്ചയില്ല. അപ്പൊ നീ കാണേണ്ടത് കണ്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് നിനക്ക് കാണാൻ കഴിവില്ലാത്തവനായി ഇപ്പോൾ നീ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ കണ്ണുണ്ടായാൽ പോരാ, കാണണം, നോക്കണം, ശ്രദ്ധിച്ചു നോക്കണം, കാണേണ്ടത് കാണണം. ചുറ്റും അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ആയത്തുകൾ, തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ, ഇത് നോക്കണം, കാണണം. ഇതൊന്നും കാണാത്ത കണ്ണുകൾ ഉണ്ടായിട്ട് എന്ത് കാര്യം? അള്ളാഹു ചുറ്റും നമുക്ക് കാണാൻ വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള തെളിവുകൾ കാണാത്ത കണ്ണുകൾ നമുക്കുണ്ടായിട്ട് എന്ത് കാര്യം? അവൻ അന്ധനെ പോലെയാണ്. ഖുൽ ഹൽ യസ്തവിൽ അഅ്മാ വൽ ബസീർ അഫലാ തതഫക്കറൂൻ. കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്തവനും, കണ്ണുള്ളവനും കണ്ണില്ലാത്തവനും ഒരുപോലെയാണോ? കുരുടനും കാഴ്ചയുള്ളവനും ഒരുപോലെയാണോ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ശരിയായ കാഴ്ച വേണം. കണ്ണുണ്ടായാൽ പോരാ, കാണണം, അകക്കണ്ണുകൊണ്ടുകൂടി കാണണം. ഇതാണ് അള്ളാഹു പറയുന്നത്. ഇനി കണ്ണിൻ്റെ അത്ഭുതത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.